സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ സ്നേഹിതന് വേണ്ടി ഭാരപ്പെടുക എന്നതാണ്. ക്രിസ്തു അത് നിറവേറ്റി. മനുഷ്യരക്ഷയ്ക്കായി അവൻ കുരിശേറ്റെടുത്തു. എന്നിട്ട് ഭൂമിയിൽ വെച്ച് ഏറ്റവും അപമാനകരവും എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും മഹത്വപൂർണമായ ഒരു യാത്ര അവൻ നടത്തി, കാൽവരിഗിരിയിലേക്ക്, കുരിശും വഹിച്ചുകൊണ്ട്. അതെ, ക്രിസ്തുവിനെ സത്യമായും സ്നേഹിക്കുന്നവരെത്തേണ്ട ഇടമാണ് കാൽവരി. അഗതികളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ എങ്ങനെ കൽക്കത്തയുടെ പുണ്യമായി എന്ന ചോദ്യത്തിന് അമ്മ നൽകുന്ന ഉത്തരം ഇപ്രകാരമാണ്: നിന്റെ ചലനങ്ങൾ നിലച്ചില്ല എങ്കിൽ നീ ഇനി ഓടിക്കയറേണ്ടത് കാൽവരി മലയിലാണ്. ആ മലയിൽ നിന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ക്രൂശിതനെയാണ് നീ നെഞ്ചിലേറ്റേണ്ടത്. അവൻ നിന്നെ ആത്മാവിൽ ചലനങ്ങൾ സൃഷ്ടിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റും. വിശുദ്ധ പാദുരോപ്രിയോ പറയുന്നു, കുരിശിനെ ഞാൻ സ്നേഹിക്കുന്നു, കുരിശിനെ മാത്രം. കാരണം അതെപ്പോഴും ക്രിസ്തുവിൻ്റെ തോളോട് ചേർന്ന് കാണുന്നത് കൊണ്ട്. ഈ ലോകത്തെ മുഴുവൻ പാപഭാരവും ഏറ്റെടുത്ത ക്രിസ്തുവിനെ രക്ഷകനെന്നല്ലാതെ നാം മറ്റെന്താണ് വിളിക്കുക? അതേ പ്രിയമുള്ളവരെ, കുരിശിനെ സ്നേഹിക്കാൻ നാം പഠിക്കണം, കുരിശിനെ നാം പ്രണയിക്കണം. നമ്മുടെ പാപഭാരം മുഴുവനും ഏറ്റെടുത്ത ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വളരണം. അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ നാം തയ്യാറാകണം. ക്രിസ്തുവിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശും വഹിച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.